കേരളത്തിലെ അതിസുന്ദരമായ ഒരു ജില്ലയാണ് വയനാട്. പ്രകൃതി ഭംഗി കൊണ്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇടം. ആ വയനാട് ജില്ലയിലാണ് വെള്ളാർമല, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല എന്നീ കൊച്ചു ഗ്രാമങ്ങൾ നിലകൊണ്ടിരുന്നത്. പേരുപോലെ തന്നെ അതീവ സുന്ദരിയായിരുന്നു പുഞ്ചിരിമട്ടം. പരന്നു പന്തലിച്ചു കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങളും കൊച്ചു കൊച്ചു വീടുകളും കടകളുമൊക്കെ ആ പ്രദേശത്തിന്റെ ഭംഗി കൂട്ടി. നന്മയുള്ള കുറേ മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം സ്നേഹ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ കേരളത്തിൽ മഴക്കാലം വന്നു. ആദ്യമൊക്കെ മഴ വലിയ ഒരു അനുഗ്രഹമായി തോന്നി കേരള നാടിന്. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. കേരളത്തിലെ പല ഭാഗങ്ങളിലും മഴ അതിശക്തമായി തന്നെ പെയ്തുകൊണ്ടിരുന്നു. തോരാതെ പെയ്യുന്ന മഴയെ ജനങ്ങൾ ഭയക്കാൻ തുടങ്ങി. ജൂലൈ 28, 29 വയനാട് ജില്ലയിൽ മഴ തോർന്നതേയില്ല. ജൂലൈ 29 രാത്രി അത്താഴം കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടി കുറെ സ്വപ്നങ്ങളുമായി ആ ഗ്രാമവാസികൾ ഉറങ്ങാൻ കിടന്നു. സമയം പുലർച്ചെ 12:45. വെള്ളാർമല, പുഞ്ചിരിമട്ടം ആദ്യ ഉരുൾപൊട്ടൽ സംഭവിച്ചു. മലയിടിഞ്ഞ് മരങ്ങളും കല്ലും മണ്ണുമെല്ലാം കുത്തിയൊലിച്ചു. വെള്ളാർമലയിലെ ഒരുപാട് വീടുകൾ വെള്ളത്തിലായി. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അരമണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളം 5 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലെത്തി. ഒരിക്കലും ഉണങ്ങാനാവാത്ത അതിതീവ്രമായ മുറിവുകൾ അത് സമ്മാനിച്ചു. ഇരുട്ടിന്റെ മറവിൽ വെള്ളം അടിച്ചു കയറുന്ന ശബ്ദം മനസ്സിലാക്കി ചിലരൊക്കെ വനത്തിലേക്ക് ഓടിക്കയറി. ഓട്ടത്തിൽ ചിലർ കൊമ്പനാനയുടെ മുന്നിലെത്തിപ്പെട്ടു. തങ്ങൾ വലിയൊരു ദുരന്തത്തിൽ നിന്നുമാണ് വരുന്നത്, ഒന്നും ചെയ്യരുതേ എന്ന അവരുടെ കേഴലിനു മുന്നിൽ കണ്ണീരൊടുക്കി നിസ്സഹായനായി രക്ഷാപ്രവർത്തകർ വരുന്നതുവരെ അവർക്കൊരു കാവലായി നിന്നു ആ കൊമ്പൻ. സമയം 4:10. അതിഭീകരമായ രണ്ടാം ഉരുൾപൊട്ടലിന് സാക്ഷിയായി മുണ്ടക്കൈ. 300-ലധികം പേർ ഒരിക്കലും തിരിച്ചു വരാതെ എന്നേക്കുമായി യാത്രയായി. മുണ്ടക്കൈ എന്ന സുന്ദര ഗ്രാമം ഹൃദയം നടുക്കുന്ന ഒരു വേദനയായി മാറി.